ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഓഫ് നേപ്പാൾ എന്ന് പറയുന്ന എൻ്റെ സീരീസിലെ 8ാമത്തെ പാർട്ടാണ് ഇത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിൽ തമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? പശുപതിനാഥ ക്ഷേത്രം. ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ക്ഷേത്രങ്ങൾ എടുത്താൽ ഏറ്റവും മഹത്തരമായ ക്ഷേത്രം അത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ റാപ്പിഡോ എന്നൊക്കെ പറയുന്ന ആ ഒരു സർവീസ് യൂസ് ചെയ്ത് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3 കിലോമീറ്റർ എന്തൊക്കെയേ ഉള്ളൂ കേട്ടോ. 3-4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ എവിടെ ഞാൻ വന്ന സെയിം വഴിയിലെത്തി കേട്ടോ. എന്നെ പറഞ്ഞ് പറ്റിയതാണ്. അല്ല ഇതിലേക്കൂടെ പോവായിരിക്കും. ഈ പശുപതിനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ച ഒരു സ്ഥലമാണ്. ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഏതൊരു സ്ഥലം അതായത് ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ ഞാൻ അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ എനിക്ക് റാപ്പിഡോ, നമ്മുടെ നാട്ടിലെ റാപ്പിഡോ പോലത്തെ ഒരു സംഭവം ബുക്ക് ചെയ്ത് തന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ ഹെവി റെയിനല്ല, ബ്രസിൽസ് പോലത്തെ ചെറിയ റെയിൻ. അപ്പോൾ ആ ചേട്ടൻ ബുക്ക് ചെയ്ത് തന്നു. ഞാൻ പൈസ പേ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മൾ കാഠ്മണ്ഡുവിൻ്റെ ഏതോ സ്ഥലത്ത് ഇതിനൊക്കെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. ഞാനിനി ഇങ്ങനെ തിരിച്ചു വരുമെന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കുഴപ്പമില്ല, നമുക്ക് ഇതേപോലെ ആരെങ്കിലും കണ്ടുപിടിച്ച് ഇതേപോലെ ആ സംഭവം ബുക്ക് ചെയ്ത്. പക്ഷേ അത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ നമ്പർ സിമ്മില്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ചുമ്മാ ബസ്സിൽ കയറി സമയം കളയാനെ കേട്ടി ഇതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് പോകണമെങ്കിൽ എപ്പോഴും ബസ്സുണ്ട് കേട്ടോ. അതൊരു വലിയ കാര്യം. അല്ലെങ്കിൽ ടാക്സി ഇതെല്ലാം ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അക്ഷരങ്ങളല്ല എഴുതി വെച്ചേക്കുന്നത്, അക്കങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാനും ആദ്യം അക്ഷരങ്ങളാണെന്ന് വിചാരിച്ചു. അത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലേക്ക് ചില ഭാഷകളുടെ അക്ഷരങ്ങളൊക്കെ പോലെ സാമ്യമുണ്ട്. ഇവിടുത്തെ അക്കങ്ങൾ ഭാഗ്യത്തിന് എന്താണ് അവിടെ സിഗ്നലിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ നോർമൽ സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നാലേ നമ്മൾ ബാക്കിയുള്ളവർക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി പറയുമ്പോൾ കുറച്ച് സ്ലോയിലും പറയണം. നമ്മുടെ ഒരു ലാംഗ്വേജ് അവർക്ക് പെട്ടെന്ന് നമ്മൾ സാർ മുझे പശുപതിനാഥ് ടെമ്പിൾ ജാനാ ഹേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വായി തുറന്നിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം നമ്മൾ പറയേണ്ടി വരും. സാർ നമുക്കോ മേനക്കോ പശുപതിനാഥ ടെമ്പിൾ. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോഴും നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് പറയണം. ഐ വാണ്ട് ടു ഗോ ടു പശുപതിനാഥ ടെമ്പിൾ. ഈ പശുപതിനാഥ ടെമ്പിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്. ഞാൻ 1-2 പേർക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആർക്ക് പിടിയിട്ടില്ല. ആ ഒരു പ്രൊനൗൺസിയേഷൻ പ്രശ്നമാണ്. പശുപതിനാഥ ടെമ്പിളിലേക്ക് എത്താറായിട്ടൊന്നും അറിയത്തില്ല. ഇത് ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം ദൂരമുണ്ട് എന്നാണ് തോന്നുന്നത്. വേറെ ഏതോ റോഡ് വഴിയൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ വാസ്തുരീതിയൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ഒരു ചൈനീസ് സംഭവം ആണ്. ചൈനീസ് ടിബറ്റൻ ഒരു വാസ്തുരീതിയാണ്. അടുത്തൊരു ബുദ്ധക്ഷേത്രം. ഇവിടെ കറക്കണ സാധനമുണ്ട്. ഇവിടെ ഉണ്ട്. അവരെത്തി
ഒരു ചേട്ടായി പേടിച്ചത് കൊന്നനായിരുന്നു. ये है बिगेस्ट बड़ा पशुपतिनाथ टेम्पल, फेमस. दो पशुपतिनाथ टेम्पल है ना, उसने बोला था. ഈ പുള്ളിക്കാരന് ഹിന്ദി അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ 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 ഓക്കെ. सीधा है. ഓക്കെ താങ്ക് യു. ഈ ക്ഷേത്രം വന്നിട്ട് സ്വയംഭൂ ക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് കാണുന്ന ക്ഷേത്രം നിർമ്മിച്ചത് 5-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. ഇത് പശുപതിനാഥ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതിൻ്റെ ഐതിഹ്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം, നെറ്റ് നോക്കട്ടെ. ഇതാണ് ലോകപ്രശസ്തമായ പശുപതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ BC 400-ലാണ് ഇത് നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പശുവിൻ്റെ സംരക്ഷകൻ അല്ലെങ്കിൽ ജീവികളുടെ സംരക്ഷകൻ എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു ഇതാണ് പശുപതിനാഥ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം അമ്മച്ചി പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു പൂജാ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ചെരുപ്പൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 250 രൂപ, 300 രൂപ, 400 രൂപ റേഞ്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശദമായ ചരിത്രം ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഉള്ളിലേക്ക് കാണാം. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു രുദ്രാക്ഷം കൂടെ വാങ്ങിച്ചു. ഇതവിടുത്തെ ക്ഷേത്രത്തിൽ പൂജിച്ചിട്ട് നമുക്ക് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി വല്ലാത്ത ഫീലാണ് കേട്ടോ, വല്ലാത്ത ഫീലാണ് ഇവിടെ അത്രയും പ്രാവുകളാണ് കേട്ടോ. എന്താ കാഴ്ച, ഇറ്റ്സ് ലൈക്ക് ഹെവൻ. വാവ്, ആ ക്ഷേത്രം അവിടെയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു രക്ഷയില്ലാത്ത ഒരു അനുഭവമാണ് കേട്ടോ. ഇവർ കുറേ പേര് കൊണ്ടുവന്ന് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോകും. നല്ല നല്ല പെമ്പിളരുണ്ട് കേട്ടോ. മിക്കവാറും എൻ്റെ ക്യാമറ തല്ലി പൊട്ടിക്കും. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവലിംഗമാണെങ്കിൽ പോലും ചതുർമുഖ ശിവലിംഗമാണ് കേട്ടോ. അതായത് അതിവിശേഷമായ ചതുർമുഖ, അതായത് 4 മുഖങ്ങളുള്ള ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, 4 മണി തൊട്ട് 12 മണി വരെയും പിന്നെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വരിക. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന് സൗത്ത് ഇന്ത്യയുമായ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് കർണാടകയിൽ നിന്നുള്ള പൂജാരിമാരാണ് കാലങ്ങളായിട്ട് ഇവിടുത്തെ പൂജ നടത്തുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഇങ്ങോട്ടുണ്ട്. അവർക്ക് മാത്രമേ പൂജ നടത്താനുള്ള അധികാരമുള്ളൂ. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്തവർക്ക് ഇതിൻ്റെ ബാക്കിൽ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്, അവിടെ നിന്ന് തൊഴുവാൻ പറ്റുന്നതാണ് കേട്ടോ. ക്ലൈമറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അൺബിലീവബിൾ ക്ലൈമറ്റാണ്, സെറ്റ് ക്ലൈമറ്റാണ്. പക്ഷേ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നേപ്പാളി പുരാതന വാസ്തുവിദ്യയായ പഗോഡ ശൈലിയിലാണ് കേട്ടോ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മേൽക്കൂര ഫുള്ളും സ്വർണം പൂശിയിട്ടുണ്ട്. പിന്നെ അകത്ത് തടി കൊത്തുപണികളൊക്കെ അമേസിങ് ആണ്, അമേസിങ് സെറ്റ് സാധനം. അത് നിങ്ങൾ കയറി കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. ഇത് നമുക്ക് ഫോണിൽ അകത്തുള്ള കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് തൊഴുതിട്ട് വന്നിട്ട് എന്തായാലും വല്ലാത്തൊരു അനുഭവമാണ്. ഞാനങ്ങനെ ദർശനം കഴിഞ്ഞ് ഇതിൻ്റെ പിന്നിലാണ് പോയി ഇറങ്ങിയത് കേട്ടോ.
അപ്പോൾ അടിപൊളി അതിമനോഹരമായ കാഴ്ച. പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇതിലേക്കൂടെ ഒരു പുഴ, അതിമനോഹരമായ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ പേര് ഭാഗാത്മതി നദിയാണ്. ഇതിൻ്റെ തീരത്താണ് യഥാർത്ഥത്തിൽ പശുപതിനാഥ ക്ഷേത്രം കേട്ടോ. ഇവിടെ ഈ പിണ്ടതർപ്പണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലവരും വന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്, ഒഴുക്കുന്നുണ്ട്. വല്ലാത്തൊരു അനുഭവം കേട്ടോ. ലോകം എത്ര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മുടെ സംസ്കാരം എത്ര മനോഹരമാണ്. അപ്പോൾ ഈ നദിയിൽ ഇറങ്ങി ഒന്ന് കാലിടുക. ഇത് പുണ്യ നദിയാണ്. നല്ല വഴുക്കലുണ്ട്, നല്ല തണുപ്പുമുണ്ട്. വിഴുന്നു പോയാൽ വല്ലതും കിട്ടുമെന്നുള്ള കാര്യം അറിയത്തില്ല. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആഴം കാണത്തില്ല, കാരണം ഇവിടെ പിണ്ടതർപ്പണവും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. പക്ഷേ ആ പുള്ളി മുങ്ങാതെ ഇരുന്നാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല തണുപ്പ്. ഇതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഐസ് കട്ടായിരുന്നു. അത്ര തണുപ്പ്. ഇതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഉൾവശം കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. ഒരു ചൈനീസ് ഉൾവശം. നമുക്ക് അതിൻ്റെ ഉള്ളിലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല. അവന്മാർ തോക്കൊക്കെ വെച്ചുകൊണ്ട് നിൽപ്പുണ്ട് നേപ്പാളികൾ. പണി കിട്ടും. ഒരു വലിയ യമണ്ടൻ നന്ദിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. യമണ്ടൻ എന്നിട്ട് നമ്മളൊരു 2 ആനയൊക്കെ വെച്ചാൽ എത്ര വലുത്, അത്ര വലിയ നന്ദി അവിടെ ഇരിക്കുന്നത്. അപ്പം പശുപതിനാഥ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഇവിടെ പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി കേട്ടോ. പശുപതിനാഥ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ക്ഷേത്രമാണ്. നമ്മൾ പല വീഡിയോയിലും പലരും കേട്ടിട്ട് മാത്രമുള്ള ക്ഷേത്രമാണ്. മഹാക്ഷേത്രങ്ങളിലൊന്നാണ്. പിന്നെ നമ്മുടെ എന്താണ് പൈതൃക ഇതിലൊക്കെ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ചിലപ്പോൾ മരിക്കാൻ നേരത്തൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു സ്ഥലം, ഓർമ്മകളൊക്കെ ആയിരിക്കും ഇതൊക്കെ കേട്ടോ. അത്രയ്ക്ക് ഐ ലവ്ഡ് ഇറ്റ്. ഓ മൈ ഗോഡ്. അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇത്രയും പുരാതനമായ ഒരു വിഗ്രഹം കാണുക. നമ്മളവിടുത്തെ പോലത്തെ ഒരു ശിവലിംഗം അല്ല കേട്ടോ. 4 സൈഡിലും ശിവൻ്റെ മുഖം അല്ലെങ്കിൽ ഒരു മുഖമുള്ള ഒരു ലിംഗത്തിൽ ഒരു 4 സൈഡും മുഖമുള്ള ടൈപ്പ് വിഗ്രഹമാണ് കേട്ടോ. വളരെ സ്പെഷ്യലായിട്ടുള്ള വിഗ്രഹമാണ്. പിന്നെ നേരെ മുന്നിൽ തന്നെ വലിയൊരു നന്ദി, ഒരു ആനയുടെ അത്ര വലിപ്പമുള്ള നന്ദി വിഗ്രഹമുണ്ട്. ആനയല്ല, ആനയെ കാട്ടിയും വലുത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നന്ദി വിഗ്രഹം എന്ന് പറയുമ്പോൾ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹമാണ്. അതിനെക്കാട്ടിയും വലിയ ഒരു ഇതുണ്ട്. പിന്നെ ഒരു സൈഡിൽ തന്നെ ഇത് പുനർനിർമ്മിച്ച ഒരു രാജാവുണ്ട്. ഞാൻ രാജാവിൻ്റെ പേരൊക്കെ പറയാം. അപ്പോൾ രാജാവിൻ്റെ ഒരു തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. പിന്നെ ചുറ്റിനും ഒരുപാട് ചെറിയ വിഗ്രഹങ്ങളുള്ള എന്താണ് ഉപദേവതകൾ പോലത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ പൂജ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ തട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഞാനും വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു തട്ടിൽ ഒരു രുദ്രാക്ഷവും പിന്നെ കുറച്ച് പൂക്കളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു തരും കേട്ടോ. ഇവിടെ ചന്ദനമൊക്കെ തരും. താങ്ക് യു സർ. പ്രാർത്ഥന എവിടെ നോക്കിയാലും ഹർ ഹർ മഹാദേവ് എന്നൊക്കെയുള്ള താങ്ക് യു. ഹർ ഹർ ഓം നമ ശിവായ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് നോക്കിയിട്ട് ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പ്രാവിന് വേണമെങ്കിൽ
തീറ്റ കൊടുക്കാം. सुपर प्लेस. जाओ थोड़ा ऊपर उड़ेगा तो अच्छा लगेगा. আচ্ছা এখানে একবার সবাই দাঁড়িয়ে পড়ুন, সবাই লম্বায় দাঁড়ান. പുള്ളിക്കാരൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. പുള്ളിക്കാരൻ പോയി. ഇവിടെ പ്രാവിൻ്റെ ഒരു മേളമാണ്, മേളം. ഇവിടെ എത്തി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിനോട് വലിയൊരു നന്ദി. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഒന്നും ചെയ്യുന്നത്. ആരൊക്കെയോ എന്നെ എവിടേക്കോ എത്തിക്കുന്നു ഓരോരോ സമയങ്ങളിൽ. അപ്പോൾ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകുക എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ലക്കി. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളവിടെ കിട്ടുന്നത് തന്നെ റോഡിൽ അതൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നു. റോഡിൻ്റെ നടക്കണം വീടിൻ്റെ എന്തെങ്കിലും സർവേ കല്ല് പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടുത്തെ സർവേ കല്ലായിരിക്കും കേട്ടോ. स्मॉल आइडियल, स्मॉल शिवका. ये वाला 100 400 6 ഇത് 650 രൂപ നേപ്പാളി മണിയാണ്. വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ പശുപതിനാഥ ക്ഷേത്രത്തിലും പിന്നെ എൻ്റെ നേപ്പാൾ യാത്രയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിപാടികളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കണ്ട് ഞെട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു നല്ല അനുഭവങ്ങളായിരുന്നു എൻ്റെ നേപ്പാൾ യാത്രയിൽ. ഇനി ഞാൻ ഈ ക്യാമറ കൊണ്ട് നടക്കുന്നതിന് എനിക്ക് ഉപകാരം കിട്ടിയ ഒരു സംഭവം ഇനി അടുത്ത എപ്പിസോഡിൽ വരാനുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.